എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഒരുവിധം ജോലിയൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ തൂപ്പും തുളപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി വാവന്മാർ രണ്ടുപേരും കൂടി ഇവിടെ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് വേറൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. കുറച്ച് പയറും കുറച്ച് പയറും അരിയും കൂടെ ഇട്ടിട്ട് കഞ്ഞിയാണ് കേട്ടോ വെച്ചത്. രണ്ടുപേരും കൂടി വിട്ടിരുന്ന് കഞ്ഞി കുടിക്കുകയാണ് കേട്ടോ. കഞ്ഞി എങ്ങനെ ഉണ്ട്, കൊള്ളാവോ? സൂപ്പറാണോ? എൻ്റെ വൈശുവിന് രാവിലെ മുടി കെട്ടിയപ്പോൾ പിന്നി ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നി ഇട്ട് കൊടുത്താണ്. പക്ഷേ കുറച്ച് മുടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കിടപ്പുണ്ട്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ, തല കെട്ടാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ വെട്ടിയിട്ടേക്കുമല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് പാടുണ്ടായിരുന്നു. കുറച്ചുകൂടി നീളം വെക്കുകയാണെങ്കിൽ നന്നായിട്ട് കെട്ടിയിടാം കേട്ടോ. കഞ്ഞി വേണ്ടാന്ന് പറഞ്ഞ പിന്നെ ഇപ്പം കഞ്ഞി വരട്ടെന്ന് വെച്ചപ്പോൾ വൈശു പറഞ്ഞു വൈശുവിന് വേണ്ടാന്ന് കേട്ടോ. എന്നിട്ട് ഇപ്പം കഞ്ഞി മൊത്തം കോരി കോരി കുടിക്കുക വൈശു. കഞ്ഞി ഇഷ്ടമായ വൈശോ? ഇവിടെ ഒരാളുണ്ടായിരുന്നോ? പുതിയ സ്പൂണൊക്കെ ആണല്ലോ ഇയാൾക്ക്. പുതിയ സ്പൂണാണല്ലോ. കഞ്ഞി കൊള്ളാവോ? സൂപ്പറാന്നോ? ഒന്ന് പറഞ്ഞേ, സൂപ്പറാന്ന് കാണിച്ചേ. എങ്ങനെ സൂപ്പറാന്ന് കാണിക്കുന്നേ? സൂപ്പർ. നേരെ ഇരി. ഇങ്ങനെയാണോ കാല് വെക്കുന്നേ? കാല് നേരെ വെച്ചിരിക്ക്. അതേണ്ട ചേച്ചി ഇരിക്കുന്ന പോലെ ഇരിക്ക്. അങ്ങനെ ഇരുന്നോ. അവിടെ ഇരിക്കേ, കഞ്ഞി കുടിക്ക്. അങ്ങനെ ഇരി. കഞ്ഞി വേണോ? ഇനിയോ? തരാലോ. വേണ്ടാന്ന് പറഞ്ഞ കഞ്ഞി ഇവിടെയൊക്കെ വാരി ഇട്ടോ കഞ്ഞി? സ്പൂണിനകത്തൊന്നും വരുന്നില്ലല്ലോ. ഇങ്ങനെ തരട്ടെ? ഇച്ചിരി കൂടെ കുടിക്ക്. പെട്ടെന്ന് കുടിച്ചു തീർക്ക്. ടി വി ആണോ വന്നു? വെച്ചോ. കുടിക്ക്. എന്തുവാ എന്തുവാ? അപ്പം ഇന്ന് നമ്മൾ ഞാൻ വിചാരിച്ചു കുറച്ച് ചക്കക്കുരു എടുപ്പുണ്ടായിരുന്നു. അപ്പം എഴുക്ക് വരട്ടാന്ന് വിചാരിച്ചു കേട്ടോ. ഇത് വേവിച്ചതാണ്. ഇതിനകത്തോട്ട് കുറച്ച് എണ്ണയും ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഒരു ശകലം കുരുമുളക്. അപ്പം അതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ വഴറ്റി എടുത്താൽ മതി കേട്ടോ, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പം ഇങ്ങനെ കഴിക്കുന്നതാണ് ഞങ്ങൾക്കിഷ്ടം. എന്തുവാ? ഇങ്ങനെ കഴിക്കുന്നതാണ് കേട്ടോ ഞങ്ങൾക്കിഷ്ടം. അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പം വേറെ തോരന് കറി അങ്ങനെയൊക്കെ വെക്കുന്ന ആളുകളുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് മതി, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ, ചക്കക്കുരു
വഴറ്റിയത്. കുറച്ച് പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കുഞ്ഞ് പഴുത്ത മാങ്ങയാണ്, നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത് വീട്ടിൽ ഉപ്പിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ, ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇത് നമുക്കിനി കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടോ, അല്ലെങ്കിൽ ഉപ്പ് കൂടുതലായിപ്പോയാലോ. അപ്പോൾ ഇതൊന്ന് കഴുകി എടുത്തിട്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ റെഡിയാക്കാം കേട്ടോ. അപ്പം തൈര് ഇവിടെ ഇല്ല, അപ്പം ഏട്ടൻ വരുമ്പോൾ വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് കറിയാക്കാം, അല്ലെങ്കിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് റെഡിയാക്കാം. ഇത് കുറച്ച് നേരം നമുക്ക് വെള്ളത്തിട്ട് വെച്ചേക്കാം കേട്ടോ, അതിൻ്റെ ഉപ്പൊക്കെ അങ്ങോട്ട് പോട്ടെ. എന്തുപടി കാണിക്കുന്നൊക്കെ ഇങ്ങനൊക്കെ പൊട്ട് വെക്കാനായിരുന്നു വെച്ച് പൊട്ട് വാങ്ങിക്കാനാണ്. പിടിക്കണ്ടു എൻ്റെ പൊട്ടെടുത്തോണ്ട് പോയി മേശിക. നമ്മുടെ മാങ്ങ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അധികം എരി വേണ്ടാത്തതുകൊണ്ട് ഞാനൊരു പച്ചമുളക് ഇട്ട്, അത് കീറിയില്ല കേട്ടോ, ചുമ്മാ അത് വെറുതെ ഇട്ടതേ ഉള്ളൂ. പിന്നെ മാങ്ങ പൂളിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ വരഞ്ഞിട്ടിട്ടേ ഉള്ളൂ. നമ്മൾ തൈര് ഒഴിക്കുന്നുണ്ടല്ലോ, ശരിക്കും ഇത് പുളിശ്ശേരിയാണ്. പിന്നെ എനിക്ക് തിന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മാങ്ങ ഇട്ടത്. ഏട്ടന് വേണ്ടാന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ മാങ്ങ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിന് ഉണ്ടാക്കുമ്പോൾ കൊള്ളാമെങ്കിൽ ചിലപ്പോൾ കഴിക്കും, ഇല്ലെങ്കിൽ പുളിശ്ശേരി മാത്രമായിട്ട് കഴിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കീറി ഇട്ടിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ വരഞ്ഞിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാം. ഞാനൊന്നും പറഞ്ഞില്ല ബാബേ. ഇതൊന്നും പറഞ്ഞില്ല. അമ്മച്ചി ഇത് അരയ്ക്കാൻ പോവാ. ഇനി എന്തും ഇതിനകത്ത് ഇടണ്ടേ? കുറച്ച് വെള്ളം ഒഴിച്ചരയ്ക്കാം. ജീരകം, മഞ്ഞൾപ്പൊടി, കാന്താരി, ഇന്നലെ ഏട്ടൻ കൊണ്ടുവന്ന കാന്താരി കേട്ടോ. കാന്താരിയും 2 കൊച്ചുള്ളി, 3 കൊച്ചുള്ളി ഇട്ടിട്ടുണ്ട്. ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. നമ്മുടെ അരപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തൈര് ഒഴിക്കാം കേട്ടോ. ലാസ്റ്റ് വാങ്ങാറാകുമ്പോഴത്തേക്ക് തൈര് ഒഴിച്ചാൽ മതി. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ വേവിച്ചപ്പോൾ ഉപ്പിടാൻ മറന്നുപോയി, അതുകൊണ്ട് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചുപ്പ് മതി, പിന്നെ വേണമെങ്കിൽ കുറച്ചുകൂടി ഇടാം.
അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ട് വെളിയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. നല്ല മഴയുടെ കോളുണ്ട്, ഫുള്ള് ഇരുട്ടായിട്ടിരിക്കുകയാണ് കേട്ടോ. കാണിച്ചു തരുന്നുണ്ട്. നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല കാറ്റുണ്ട്. കസേര വേണ്ട, കസേര വേണ്ട, ഇപ്പം മഴ പെയ്യും. മഴ പെയ്യുമ്പോൾ നനയത്തില്ലേ കസേര? ഇവിടെ നിന്ന് കളിക്ക്. അപ്പം ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ ഇറങ്ങിയിരിക്കും കേട്ടോ, കസേരയൊക്കെ ഇട്ട്. അതാണ് വാവ കസേര എടുക്കുന്നു പറയുന്നത്. ചിലപ്പോഴൊക്കെ ഇറങ്ങിയിരിക്കും കുറേ നേരം. ഇപ്പം അങ്ങനെ ഇറങ്ങാറില്ല കേട്ടോ. അത് ഇവിടെ പണി നടക്കുന്നുണ്ട് റോഡിൽ. നമ്മുടെ ഫ്രണ്ടിലത്തെ റോഡാണ്, എല്ലാം കുഴിച്ചിട്ടിരുന്നതാണ്. അപ്പം ഇപ്പം അവിടെ ഓടയെല്ലാം സെറ്റാക്കി വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് സ്ലാബ് ഇടും കേട്ടോ, എന്നിട്ടാണ് റോഡ് ശരിയാക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇവിടെ എന്നും പണിക്കാർ കാണും. നമുക്കതുകൊണ്ട് ഇവിടെ വെളിയിലോട്ട് ഇറങ്ങാനും ഇവിടെ ഇരിക്കാനും ഒന്നും പറ്റാറില്ല കേട്ടോ. അപ്പം ഇന്നും പണിക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ മഴ ആയതുകൊണ്ട് നിർത്തി വെക്കുവാണെന്ന് തോന്നുന്നു. മേളിൽ കയറിയിരുന്നോ? ഉരുണ്ട് വീഴത്തില്ലയോ? പഠിപ്പിച്ചു ഇറങ്ങാൻ? കൊള്ളാം. വേറെ ഒന്നും പഠിപ്പിക്കാൻ കിട്ടിയില്ല ഇല്ലയോ? വീഴും. അവിടെ ഇരിക്കേ. ഉരുട്ടിയിടല്ലേ അതിനെ ചെന്ന്. എടീ കണ്ടോ, ഇറങ്ങാനൊക്കെ പഠിപ്പിച്ചെന്ന്. കണ്ടോ, ഇറങ്ങി വരുന്ന കണ്ടോ? സാധാരണ എൻ്റെ മണ്ടയ്ക്ക് കയറി ഇരുന്നിട്ട് വിളിക്കും കേട്ടോ, അമ്മ വാ, ചേച്ചി, അച്ഛാ വാ എന്ന് പറഞ്ഞ് വിളിക്കും. ഇന്നിപ്പോൾ തനിയെ ഇറങ്ങി. ഇപ്പം ഇറങ്ങാൻ പഠിപ്പിച്ചു കേട്ടോ, വൈശു പഠിപ്പിച്ചതാ. ഡേ എന്തോ കാണിക്കുന്നേ? പെട്രോൾ അടിക്കുന്നോ? അതിനകത്തൂടാണോ പെട്രോൾ അടിക്കുന്നത്? അടുത്ത ആൾ വന്നേതിന്. പൈസക്ക് എന്തെടുക്കുക? നല്ല ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നല്ല ഇരുട്ട് പോലെ തോന്നുന്നില്ല. നമ്മൾ വെളിയിൽ അത്രയും ഇരുട്ടായില്ല എനിക്ക് തോന്നത്തില്ല, പക്ഷെ നേരിട്ട് കണ്ടാൽ തോന്നും കേട്ടോ. ഫോണിനകത്ത് അത്രയും തോന്നുന്നില്ല. ഫോണിനകത്ത് കുറച്ചുകൂടെ വെട്ടമുണ്ട് നേരിട്ട് കാണുന്നതിനെക്കാട്ടി. കുഴഞ്ഞോ? കളിച്ചു കുഴഞ്ഞോ? എന്ത് കഴിക്കുന്നേ? അയ്യോ, എന്താ പറ്റി? അപ്പോൾ ഇവിടെ മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മഴ തുടങ്ങിയപ്പോഴേ വൈശുതേണ്ട ഒരു കുടയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് കുറേ ദിവസം കൊണ്ട് ചോദിക്കുന്ന കേട്ടോ കുട. ഞാൻ ഇതുവരെ എടുത്തു കൊടുക്കാൻ, ഞാൻ മഴ വരുമ്പോൾ എടുത്തു കൊടുക്കാമെന്നും പറഞ്ഞിട്ട് വെച്ചിരുന്ന കേട്ടോ. അപ്പം ഇപ്പം മഴ പെയ്തപ്പം അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ചു കേട്ടോ. അപ്പം ഞാൻ എടുത്തു കൊടുത്തതാണ്. മാവിക്കും കളിക്കണം. മാവി ഇവിടെ ഭയങ്കര ബഹളം, കുട വേണമെന്ന് പറഞ്ഞിട്ട്. ചെല്ല്. കൈ തരണോ? ആ മൂക്ക എടുക്കാൻ പറ്റുമോ? അത് വലിയ കുടയല്ലയോ? ചേച്ചി തരുമോ അത്? മൂക്ക് വേറൊരു കുഞ്ഞിക്കുട മേടിച്ചോണ്ട് വരാൻ പറയാം അച്ഛയോട് കേട്ടോ. കുഞ്ഞിക്കുട മേടിച്ചോണ്ട് വരാൻ പറയാം. കുഞ്ഞിക്കുട മേടിച്ചോണ്ട് വരാൻ പറയാം നമുക്ക്. വലുതാ, മൂക്ക് എടുക്കാൻ പറ്റത്തില്ല. അതൊന്ന് പിടിച്ചു നോക്കി എടുക്കാൻ പറ്റുമോ? പിടിച്ചു നോക്കിയേ. അടങ്ങേരി. തരും, മൂക്കൂടെ തരും.
ഒരു കുഞ്ഞിനും കൂടെ കൊടുക്കുവാവേ. ചോച്ചേ ചേച്ചിയോ കൊടയുടെ അടുത്ത് പോയി നിന്നോ. ആ പോ. അപ്പോൾ വൈഷുവും വാവയൊക്കെ കുളിച്ചൊരുങ്ങി കേട്ടോ. വൈഷു ഇപ്പോൾ കുറേ ദിവസമായി പഠിക്കാൻ പോയിട്ട്. അപ്പോൾ ഇന്ന് വൈഷു പഠിക്കാൻ പോകണ്ട കേട്ടോ. അക്ഷരം പഠിക്കാൻ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലാണ്. അപ്പോൾ അവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്ന് കുറേ നാളായിട്ട് വൈഷു പഠിക്കാൻ പോയിട്ട്. ഇന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ അമ്മച്ചി എനിക്ക് പഠിക്കാൻ പോകണമെന്ന് ഇങ്ങോട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് കുളിപ്പിച്ച് റെഡിയാക്കി. 4:30 ആയിട്ടേ ഉള്ളൂ ഇപ്പം. ഞങ്ങൾ റെഡി ആയിട്ടൊന്ന് സ്റ്റാറൊക്കെ ഇട്ടിട്ട് ഡാൻസൊക്കെ കളിച്ചു ഇല്ലയാ. എന്നിട്ട് ഇനി ഞങ്ങൾ പഠിക്കാൻ പോവാ. ഇറങ്ങങ്ങോട്ട് പഠിക്കാൻ പോവാ. പോവാം, ഇറങ്ങ. നടക്ക, അങ്ങോട്ട് നടക്ക്. വൈശികയാണ് കേട്ടോ ബാഗൊക്കെ ഇടുന്നത്. വൈശികയ്ക്ക് അങ്ങ് പൊക്കോളാഞ്ഞ് വയ്യ, പഠിച്ചോളാഞ്ഞ് വയ്യ എൻ്റെ കൊച്ചിന്. കുടം മഴ നനയുന്നു, മഴ പെയ്യുന്നു. അങ്ങോട്ട് കൊണ്ടുപോകും. പോ 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 ഇറങ്ങ് 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 പോ. വരുവാടി. അപ്പം നമുക്ക് ഇവരെ കൊണ്ടുവിട്ടിട്ട് വരാം കേട്ടോ. വന്നിട്ട് ഇനി നമുക്ക് ബാക്കി പരിപാടി കൊണ്ടുവിടാം. വൈശുവിൻ്റെ അതിനകത്ത് എന്തോടി പടം? ബാർബി ആമേ ഡോൾ കണ്ടോ. ബാർബിയുടെ കൊടയോ വാവയ്ക്കില്ലേ വാവേ? ആ ഇച്ചിരി നേരം നിൽക്കാം. ഓ ഇച്ചിരി നേരം നിൽക്കാം. അപ്പോൾ അത് ഈ വൈശിക ഉറങ്ങാണ് കേട്ടോ. അപ്പം ബാഗ് കൊടുത്തില്ല, സ്ലേറ്റ് ഞാൻ എടുത്ത് കൊടുത്തു പഠിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ബാഗ് കൊണ്ടുവരുന്നു കേട്ടോ. അവൾ കൊടുക്കുന്നില്ല, അവൾ ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ ആവ ഇറങ്ങുന്ന സമയം കൊണ്ട് നമ്മൾ ചായ ഇട്ടു. അതുപോലെ ഏട്ടൻ ഇപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. ഉച്ചയ്ക്ക് വന്നപ്പോൾ കൊണ്ടുവന്ന കേക്ക്. ഇവർക്ക് കേക്ക് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ വാങ്ങിക്കൊടുക്കും. പക്ഷെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പം ഇനി ഇത് എപ്പോഴെങ്കിലും ഉണ്ടാക്കാൻ പഠിക്കണം. അപ്പം ഞാൻ ചായ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വാവ എഴുന്നേറ്റു കേട്ടോ. അപ്പം വാവ കേക്ക് കഴിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ചായയും കഴിച്ച് ഇനിയിപ്പോൾ നമുക്ക് ചായയും കുടിച്ച് കേക്ക് കഴിക്കാം. വൈഷു ഇപ്പോൾ വരും കേട്ടോ. വൈഷു വരാൻ സമയമായി. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ വൈഷുവിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. വൈഷു പിള്ളേരൊക്കെ പോയി തുടങ്ങുന്നതേ ഉള്ളൂ. 1-2 പേരെ വിളിക്കാൻ വന്നു. നമുക്ക് പോകാം. അവൾ ചിലപ്പം എല്ലാവരും പോയി കഴിഞ്ഞിട്ട് വരത്തുള്ളൂ. അവിടെ നിന്ന് കളിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കും. ഇല്ലെങ്കിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെ വരും കേട്ടോ. വാവ കേക്ക് കഴിക്കണം. കേക്ക് കഴിച്ചിട്ട് നമുക്ക് പോയി വിളിച്ചോണ്ട് വരാം. ഇല്ലേ വാവേ? ചേച്ചി വിളിക്കാൻ പോകണ്ടേ? പോവാം പോവാം. ഇങ്ങനെയൊക്കെ ഇരിക്കുന്നേ. അപ്പം നമ്മൾ വൈഷു വരുന്നവരെയുള്ള വീഡിയോ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നില്ല. എന്ന് വെച്ചാൽ കുറേ ലെങ്ത്ത് കൂടിപ്പോകും. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത വീഡിയോ ഇല്ല, അത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കട്ട് ചെയ്ത് കളയാൻ കുറേ പാടുവിട്ടു. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം, വൈഷു വരുന്നത് വരെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നിർത്തുവാണ് കേട്ടോ. ഇനി ഞാൻ ഇതുപോലെ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ എടുക്കാം. ഇതൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഡെയിലി എന്ന് പറഞ്ഞാൽ. എന്താ ഇതൊക്കെ തന്നെയുള്ളൂ. ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ എടുക്കുമല്ലോ. എന്തായാലും പുറത്ത് പോവുകയാണെങ്കിൽ എന്തായാലും നമ്മൾ വീഡിയോ എടുക്കും. ഇനി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാം. അല്ലെങ്കിൽ ഡെയിലി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവിടെ എന്താ നടക്കുന്നതെന്നുള്ളത്. ഇവരുടെ കൂടി ഇങ്ങനെ അടിയിടുക, ബഹളം വെക്കുക, ഇതൊക്കെ തന്നെ ജോലി. പൂച്ചയോ ഞാനോട് ചാടി ഇരുന്നിട്ട് പൂച്ച കണ്ടിട്ട് മ്യാവ് ആക്കി മ്യാവ്.
പൂച്ച ഇഷ്ടമാണ്, അതുപോലെ പൂച്ച പേടിയാണ് കേട്ടോ. പൂച്ച പോയി പൂച്ച. ചായയോ? ചായ വേണോ? ചായ തരാം. അപ്പം ഞങ്ങൾ ചായയൊക്കെ കുടിക്കട്ടെ കേട്ടോ. വൈശ്വനെ വിളിക്കാൻ പോകണം. ചേച്ചി വിളിച്ചിട്ട് വന്ന് ചായ കുടിച്ചാൽ പോരെ? രണ്ടുപേർക്കും കൂടെ ഒരുമിച്ചിരുന്ന്. ചേച്ചി വിളിച്ചിട്ട് വന്നിട്ട് ചായ കുടിക്കാം കേട്ടോ. അപ്പോൾ വൈശ്വനെ വിളിച്ചുകൊണ്ട് വരാൻ പോയി. കുറേ പേരൊക്കെ പോയി. ഞങ്ങൾ വൈശ്വനെ വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ. വൈശ്വൻ്റെ ബാഗ് വൈശ്വയെ കൊണ്ടുവന്നുകൊണ്ട് സ്ലേറ്റ് വൈശ്വയുടെ കൊടുത്തിട്ട് ഇല്ലയോ? കൊണ്ടുവെക്ക്, പെരയ്ക്കകത്ത് കൊണ്ടുവെക്ക്. കൊണ്ടുവെക്ക്. ഓ പഠിക്കാൻ പോയിട്ട് എന്തുണ്ട് വിശേഷം? എല്ലാം പഠിച്ചോ? എന്തൊക്കെ പഠിച്ച്? അക്ഷരമൊക്കെ പഠിച്ചോ? പഠിച്ചോ? എവിടം വരെ പഠിച്ചെന്ന് പറ. എന്തൊക്കെ? പിന്നെന്തോ പഠിച്ച്? ഈ പഠിച്ചോ? മൊത്തം പഠിച്ചോ? അറിയാമായിരുന്നല്ലോ, പിന്നെന്തുവാ? കുഞ്ഞു എവിടെയാ? അവിടെ ഒന്നുമില്ല. അവിടെ വാ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. വൈശ് പഠിക്കാനൊക്കെ പോയിട്ട് വന്നു. ഇനി വൈശ് ചായയൊക്കെ കുടിക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ രാത്രിയിൽ എന്നത്തെ പോലെ തന്നെ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ ബൈ ബൈ. ടാറ്റ പറ. ഉമ്മ കൊടുക്ക്. You